ഹായ് ഫ്രണ്ട്സ്, PSC ബിഗിനേഴ്സിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് ഹിസ്റ്ററിയാണ്. കേരളത്തിൻ്റെ ചരിത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ ഈ ചരിത്രം പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ നമ്മളൊരു കഥയായിട്ടാണ് അത് പഠിക്കേണ്ടത്. കാരണം നമുക്ക് എക്സാം ഹാളിൽ നമ്മൾ എത്ര തവണ വർഷം പഠിച്ചാലും നമുക്ക് ഓർമ്മ നിൽക്കുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഈ വർഷങ്ങളെല്ലാം നമുക്ക് എന്ത് ചെയ്യണം, നമ്മൾ ഇടയ്ക്കിടയ്ക്ക് റിവൈസ് ചെയ്തുകൊണ്ടിരുന്നാൽ മാത്രമേ നമ്മൾക്ക് അത് ഓർമ്മയിൽ നിൽക്കുകയുള്ളൂ. അതില്ലാതെ ഈ ഹിസ്റ്ററി പഠിക്കുന്ന സമയത്ത് നമ്മളത് അങ്ങനെ ബൈ ഹാർട്ടാക്കി പഠിച്ചുകൊണ്ടിരുന്നാൽ നമ്മൾക്ക് ഒരുപാട് കാലം നമുക്കത് ഓർത്ത് വയ്ക്കാൻ കഴിയുകയില്ല. അതേസമയം നമ്മളൊരു ചരടിൽ കോർത്ത മാല പോലെ മുത്തുകൾ പോലെ നമ്മൾ ഓർത്ത് വയ്ക്കുകയാണെന്ന് വെച്ചാൽ നമുക്കത് പെട്ടെന്ന് തന്നെ ഓർമ്മയിൽ നിൽക്കും. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. ആദ്യം കേരള ചരിത്രത്തിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് യൂറോപ്യന്മാരുടെ ആഗമനത്തോടു കൂടിയാണ്. അപ്പോൾ യൂറോപ്യന്മാരുടെ ആഗമനത്തിന് കാരണമായ വസ്തുത എന്താണെന്ന് വെച്ചാൽ 1453 നമ്മുടെ കോൺസ്റ്റാന്റിനോപ്പിൾ ആര് പിടിച്ചടക്കി? തുർക്കികൾ പിടിച്ചടക്കി അവിടെ മതിൽ കെട്ടി. അതോടെ എന്തായി? യൂറോപ്യന്മാർക്ക് കാര്യമാർക്കും ഇന്ത്യയിലെത്താൻ പറ്റാതെയായി. അങ്ങനെ ഈ കോൺസ്റ്റാന്റിനോപ്പിൾ വഴിയാണ്, സിൽക്ക് പാത വഴിയാണ് ആളുകൾ ഇന്ത്യയുമായി ബന്ധപ്പെട്ടിരുന്നത്. ഇവിടെ കോൺസ്റ്റാന്റിനോപ്പിൾ പിടിച്ചടക്കിയതോടുകൂടെ യൂറോപ്യന്മാർക്ക് ഇന്ത്യയുമായിട്ട് കരമാർഗം ബന്ധപ്പെടാൻ പറ്റാതെയായി. നമ്മളൊരു കഥയാണ് ഇനി പറയാൻ പോകുന്നത്. പോർച്ചുഗീസിലെ രാജാവായ മാനുവൽ രാജാവിന് കുറച്ച് ഏലക്കായിട്ട് ചായ കുടിക്കണം എന്നാഗ്രഹം വന്നു. ആ സമയത്താണെങ്കിൽ ഏലക്കായ അവിടെ കിട്ടാനില്ല. അങ്ങനെ മാനുവൽ 1, അന്ന് ഓട്ടോമാറ്റിക്കലി എല്ലാം മാനുവൽ ആയിരുന്നു. അപ്പം മാനുവൽ രാജാവ് 1 ആയിരുന്നു. എന്താവശ്യപ്പെട്ടത്? നമ്മുടെ വാസ്കോഡ ഗാമനെ വിളിച്ചു വരുത്തി. വാസ്കോഡ ഗാമനെ വിളിച്ചു വരുത്തിയിട്ട് പറഞ്ഞു, എടോ, നമ്മുടെ സർബത്ത് ഷമീർ ശശിനെ പറഞ്ഞ പോലെ, വിപ്ലവ സിംഹമേ എന്ന് വിളിച്ച പോലെ മാനുവൽ രാജാവ് വാസ്കോഡ ഗാമനെ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സേനാധിപൻ എന്ന് വിളിച്ചു. അതിനുശേഷം മാനുവൽ രാജാവ് ആവശ്യപ്പെട്ടു, തൻ്റെ രാജാവായ എനിക്ക് ഏലക്കായിട്ട് ഒരു ചായ പോലും കിട്ടാനില്ല. തനിക്ക് കുറച്ച് ഏലക്കായ് ഉണ്ടാക്കുന്ന സ്ഥലം കടൽ വഴി കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന് മാനുവൽ രാജാവ് ആരോട് ചോദിക്കും? വാസ്കോഡ ഗാമയോട് ചോദിക്കും. അപ്പോൾ വാസ്കോഡ ഗാമയോട് ചോദിക്കുമ്പോൾ ഇതെന്തായി? വാസ്കോഡ ഗാമയ്ക്ക് ഇങ്ങനെ പോർച്ചതില്ല. അപ്പോൾ ആ ഒരു സ്ഥലം കണ്ടുപിടിച്ചേ പറ്റുള്ളൂ. അങ്ങനെ വാസ്കോഡ ഗാമ നമ്മുടെ ലിസ്ബൺ തുറമുഖത്തു നിന്നും, എന്താണ്, ലിസ്ബൺ തുറമുഖത്തു നിന്നും 3 കപ്പലുകളുമായി ചേർന്നിട്ട് 3 കപ്പലുകൾ എടുത്തിട്ട് ഇന്ത്യ കണ്ടുപിടിക്കാൻ പുറപ്പെട്ടു. ആ കപ്പലുകൾക്ക് എന്ത് പേര് നൽകി? ആദ്യം ഗബ്രിയേൽ നൽകി, സെന്റ് ഗബ്രിയേൽ. എന്തുകൊണ്ട് സെന്റ് ഗബ്രിയേൽ എന്നുള്ള പേര് നൽകി? കാരണം അവരുടെ ഫസ്റ്റ് മാലാഖിന്റെ പേര് ഗബ്രിയേൽ എന്നാണ്. ഈ ഗബ്രിയേൽ അവരെ ആപത്തു നിന്ന് രക്ഷിക്കുമെന്നും അതുപോലെ വഴികാട്ടുമെന്നും എന്നുള്ള വിശ്വാസം കൊണ്ടാണ് അവരുടെ ആദ്യത്തെ കപ്പലിന് സെന്റ് ഗബ്രിയേൽ എന്ന പേര് നൽകിയത്. ഇത് ക്വസ്റ്റ്യന് ചോദിച്ചിട്ടുള്ളതാണ്. രണ്ടാമത്തതിന് പേര് സെന്റ് റാഫേൽ എന്ന് നൽകി. മൂന്നാമത്തതിന് ബെറിയോ എന്നും പേര് നൽകി. അങ്ങനെ 3 കപ്പലുകളുമായിട്ട്, ഏതൊക്കെയാണ് കപ്പലുകൾ? സെന്റ് ഗബ്രിയേൽ, സെന്റ് റാഫേൽ, ബെറിയോ. ഈ 3 കപ്പലുകളുമായിട്ട് 1497 ലിസ്ബൺ തുറമുഖത്തു നിന്നും ആര് പുറപ്പെട്ടു? വാസ്കോഡ ഗാമ പുറപ്പെട്ടു. അങ്ങനെ വാസ്കോഡ ഗാമ പുറപ്പെട്ട് എന്ത് ചെയ്തു? അടുത്ത വർഷം 1497 പുറപ്പെട്ട വാസ്കോഡ ഗാമ 1498 നേരെ കോഴിക്കോട് കാപ്പാട്, അത് ഏത് ബീച്ചിൻ്റെ അടുത്താണ്? പന്തലായിനി ബീച്ചിന്റെ അടുത്തുള്ള കാപ്പാട് എന്നുള്ള സ്ഥലത്ത് കാലുകുത്തി. അങ്ങനെ കപ്പലിലിറങ്ങി വാസ്കോഡ ഗാമ നേരെ എന്ത് ചെയ്തു? അവിടെയുള്ള രാജാവായ സാമൂതിരി രാജാവിനെ കണ്ടിട്ട് ആവശ്യം പറഞ്ഞു, എനിക്ക് ഇങ്ങനെ ഇവിടെ വന്നിട്ട് വാണിജ്യം ചെയ്യണമെന്നുണ്ട്, എനിക്ക് കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോകണം എന്നുള്ള ആഗ്രഹങ്ങളുണ്ട് എന്ന് പറഞ്ഞു. പക്ഷെ ഓൾറെഡി കോഴിക്കോട് സാമൂതിരി നമ്മുടെ അറബികളുമായിട്ടുള്ള വ്യാപാരം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ സാമൂതിരി എന്ത് ചെയ്തു? ഇതിനെ എതിർത്തു. സാമൂതിരി എന്ന് പറഞ്ഞു, ഇവിടെ വാണിജ്യം ചെയ്യാൻ പറ്റുകയില്ല എന്ന് പറഞ്ഞു. അതില്ലാതെ വാസ്കോഡ ഗാമയോട് അവിടെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള മെറ്റീരിയലിന് ചുങ്കം ആവശ്യപ്പെട്ടു, വാടകയും ആവശ്യപ്പെട്ടു. അപ്പോൾ ഒരു നിൽക്കക്കളിയില്ലാതെ എന്ത് ചെയ്തു? നമ്മുടെ വാസ്കോഡ ഗാമ അവിടെ നിന്നും കോലോത്തിരി രാജാവിൻ്റെ അടുത്തേക്ക് പോയി. അവിടേക്ക് പോയി കണ്ണൂരിലെ കോലോത്തിരി രാജാവിനോട് അടുത്തേക്ക് പോയി. കണ്ണൂരിലെ കോലോത്തിരി രാജാവിനെ കണ്ടിട്ട് വാസ്കോഡ ഗാമ പറഞ്ഞു, ഇങ്ങനെ എന്നെ മാനുവൽ രാജാവ് ഇവിടെ ഏലക്ക വായിക്കാൻ അയച്ചോട്ടാണ്, എനിക്കിവിടെ വാണിജ്യം ചെയ്യണം എന്ന ആഗ്രഹമുണ്ട് എന്നൊക്കെ കോലോത്തിരി രാജാവിനോട് പറഞ്ഞു. അതില്ലാതെ വാസ്കോഡ ഗാമ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്ത് പറഞ്ഞു? കോഴിക്കോട് സാമൂതിരി എന്നെ അവിടെ വാണിജ്യം ചെയ്യാൻ അനുവദിച്ചില്ല, അദ്ദേഹം എൻ്റെ ശത്രുവാണ്. ഓൾറെഡി കോലോത്തിരി രാജാവ് സാമൂതിരിയുമായിട്ട് ചേരില്ലായിരുന്നു, അവരും തമ്മിൽ ശത്രുത ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കോലോത്തിരി രാജാവ് വിചാരിച്ചു,
ശത്രുവിൻ്റെ ശത്രു മിത്രം എന്നുള്ള നിലയ്ക്ക് എന്ത് ചെയ്തു, പോർച്ചുഗീസുകാരെ അവിടെ വാണിജ്യം ചെയ്യാൻ ഹെൽപ്പ് ചെയ്തു. അങ്ങനെ 1498 കോഴിക്കോട് ഇറങ്ങിയ നമ്മുടെ 1498 മെയ് 20 എത്തിയത്. എത്രയും മെയ് 20 കോഴിക്കോട് കാപ്പാട് എത്തിയത്. അദ്ദേഹം 1499 വാസ്കോ ഡ ഗാമ തിരിച്ചു പോവുകയും ചെയ്തു. അങ്ങനെ ഇങ്ങനെ ഒരു വഴി റൂട്ട് കണ്ടുപിടിച്ചതുകൊണ്ട് പോർച്ചുഗീസുകാർ എന്ത് ചെയ്തു, ഈ സമുദ്രത്തിന്റെ അടിത്തറ ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് കാർട്ടസ് എന്നുള്ള വ്യവസ്ഥ നടപ്പിലാക്കി. ഈ കാർട്ടസ് എന്നുള്ള വ്യവസ്ഥ നടപ്പിലാക്കിയത് എന്താണ്, അതായത് ഇന്ത്യയിലേക്ക് വരുന്ന കപ്പലുകളും അതുപോലെ ചരക്കുകളുടെയും എല്ലാത്തിനും ഒരു നിശ്ചിത തുക പോർച്ചുഗീസുകാർക്ക് കൊടുക്കണമായിരുന്നു. ഇതാണ് കാർട്ടസ് വ്യവസ്ഥ. ഈ ഇന്ത്യയിലെ ഏത് ഭാഗത്തേക്കും ഒരു കപ്പലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും വരികയെന്ന് വെച്ചാൽ അതിന് ആ ചരക്കിന് അനുപാതികമായിട്ട് ഒരു ചുങ്കം അടയ്ക്കണം. അതാണ് കാർട്ടസ് ചുങ്കം അല്ലെങ്കിൽ കാർട്ടസ് എന്നുള്ള ഈ ഒരു വ്യവസ്ഥ. ഈ കാർട്ടസ് അടയ്ക്കാത്ത കപ്പലുകൾ എന്ത് ചെയ്യും, ഒന്നില്ലെങ്കിൽ പിടിച്ചെടുക്കും, അല്ലെങ്കിൽ ഡാമേജ് ചെയ്യുക, അല്ലെങ്കിൽ ജീവനക്കാരെ ബന്ധിയാക്കുക, അങ്ങനെയെല്ലാം നടത്തിയിരുന്നു. അങ്ങനെ നമ്മുടെ വാസ്കോ ഡ ഗാമ ഇന്ത്യയിലെത്തി 1499 തിരിച്ചു പോവുകയും ചെയ്തു. 1500 വേറൊരു മനുഷ്യൻ ഇവിടെ എത്തിയിരുന്നു. ആരാണ്? പെഡ്രോ അൽവാരസ് കബ്രാൾ. ആരാണ്? പെഡ്രോ അൽവാരസ് കബ്രാൾ. അദ്ദേഹം എന്ത് ചെയ്ത 1500 അദ്ദേഹം ഒരു പണ്ടകശാല സ്ഥാപിച്ചു. അതോടെ സ്ഥാപിച്ച് കൊച്ചിയിൽ ഒരു പണ്ടകശാല സ്ഥാപിച്ചു. കാരണം കപ്പലുകളെല്ലാം വരാൻ തുടങ്ങിയല്ലോ, അപ്പോൾ എന്തെങ്കിലും പണ്ടകശാല വേണമല്ലോ. അങ്ങനെ കൊച്ചിയിലൊരു പണ്ടകശാല സ്ഥാപിച്ചു. അദ്ദേഹത്തിനെ കുറിച്ച് ഓർത്തു വയ്ക്കണം. ഇതാണ് പെഡ്രോ അൽവാരസ് കബ്രാളിനെ കുറിച്ച് ഓർത്തു വയ്ക്കാനുള്ളത്. പിന്നെ വാസ്കോ ഡ ഗാമ 3 തവണയാണ് എവിടെ എത്തിയത്, ഇന്ത്യയിലേക്ക് വന്നത്. ഒന്ന് 1498 വീണ്ടും 1502 പിന്നെ 1524 വൈസ്രോയി ആയിട്ടെത്തി. ഇങ്ങനെ 3 തവണയാണ് വാസ്കോ ഡ ഗാമ ഇന്ത്യയിലേക്ക് എത്തിയത്. രണ്ടാമത് 1502 വന്നപ്പോൾ അവിടെ ലാൻഡ് ചെയ്തോ 5 ദ്വീപിൽ. എവിടെ? 5 ദ്വീപിലാണ് അദ്ദേഹം കപ്പലിറങ്ങിയത്. പിന്നെ അദ്ദേഹം മരിച്ചത് 1524 വൈസ്രോയി എത്തി വന്നു. 3 മാസം മാത്രമേ അദ്ദേഹം വൈസ്രോയി ഇരുന്നുള്ളൂ. 3 മാസത്തോടെ അദ്ദേഹം മരണപ്പെട്ടു. അദ്ദേഹത്തിന് സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ, കൊച്ചിയിലെ സെന്റ് ഫ്രാൻസിസ് പള്ളിയിൽ അടക്കി. പിന്നെ 15 വർഷം കണ്ട്, അതായത് 1539 അദ്ദേഹത്തിന്റെ ശവകുടീരം തിരിച്ച് എവിടേക്ക് കൊണ്ടുപോയി, ലിസ്ബൺ എന്ന സ്ഥലത്ത്, അതായത് പോർച്ചുഗലിലെ ലിസ്ബൺ എന്ന സ്ഥലത്ത് കൊണ്ടുപോയി അവിടെയുള്ള അദ്ദേഹത്തെ ജെറോണിമസ് കത്തീഡ്രലിൽ സംസ്കരിപ്പിച്ചു. പിന്നെ അറിയേണ്ട 2 വൈസ്രോയിമാരുണ്ട്. അപ്പം നമ്മുടെ പോർച്ചുഗീസുകാർ വന്നു, വാസ്കോ ഡ ഗാമ കൊച്ചി എന്ന സ്ഥലം കോഴിക്കോടിലെത്തി. അതിനുശേഷം പോർച്ചുഗീസുകാർ ഇവിടെ ഇങ്ങനെ സ്ഥലമൊക്കെ ഉണ്ട്, അപ്പോൾ അവിടെ പിടിച്ചടക്കാം എന്നുള്ള ഇതിൽ 2 വൈസ്രോയിമാരുണ്ടായിരുന്നു. അതിലെ ആദ്യത്തെ പോർച്ചുഗീസുകാർ വൈസ്രോയായിട്ട് നിയമിച്ചത് 1505 ഫസ്റ്റത്തെ വൈസ്രോയി ഉണ്ടായി. അദ്ദേഹത്തിന്റെ കാലാവധി പറയുന്നത് 1505 മുതൽ 1509 അദ്ദേഹത്തിന്റെ പേര് നോക്കണം, ഫ്രാൻസിസ്കോ ഡി അൽമിഡ. എന്താണ്? ഫ്രാൻസിസ്കോ ഡി അൽമിഡ. ഈ അൽമിഡ എന്താണെന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഈ സമുദ്രം എല്ലാം ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് തന്നെ നീല ജലനയം എന്നുള്ള ഒരു പുതിയ പദ്ധതി അദ്ദേഹം ആവിഷ്കരിച്ചു. ഈ നീല ജലനയം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഈ സമുദ്രത്തിലുള്ള ആധിപത്യം പോർച്ചുഗീസുകാർക്ക് ഉറപ്പിക്കുക എന്നുള്ള ലെവലിൽ പോർച്ചുഗീസിന്റെ നാവികപ്പടയെ ശക്തമാക്കുക എന്ന ഒരു പദ്ധതിയായിരുന്നു എന്ത്, ഈ ഫ്രാൻസിസ്കോ ഡി അൽമിഡ കൊണ്ടുവന്ന നീല ജലനയം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ പോർച്ചുഗീസുകാർ സമുദ്രത്തിൽ ഭയങ്കര ആധിപത്യം നേടാൻ ശ്രമിച്ചെങ്കിലും 1508 ഈ അറബികൾ നമ്മുടെ ഈജിപ്തിലെ നാവികപ്പടയോട് സഹായം തേടും ഈ പോർച്ചുഗീസുകാരനെ ഓടിക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ 1508 പോർച്ചുഗീസുകാരനെ ചൗളിൽ വെച്ചിട്ട് ആര് പരാജയപ്പെടുത്തും? ഈജിപ്തുകാർ പരാജയപ്പെടും. അതിൻ്റെ യുദ്ധമാണ് ചൗളിലെ യുദ്ധം. എന്താണ് ചൗളിലെ യുദ്ധം എന്നറിയപ്പെടുന്നത്. അന്ന് പരാജയപ്പെട്ടെങ്കിലും 1509 പോർച്ചുഗീസുകാർ ഇതിന് പകരം വീട്ടുകയും ചെയ്യും. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ച ആരാണ്? അത് ഫ്രാൻസിസ്കോ ഡി അൽമിഡയാണ് സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത്. സെന്റ് ആഞ്ചലോസ് കോട്ട നിർമ്മിച്ചത് നമ്മുടെ ഫ്രാൻസിസ്കോ ഡി അൽമിഡയാണ്. അതിന് അടുത്താണ് അൽബുക്കർക്ക് ആരാണ്? അൽബുക്കർക്ക് വന്നിട്ട്
രണ്ടാമത്തെ വൈസ്രോയാണ്. അപ്പോൾ ആദ്യത്തെ വൈസ്രോയ് 1505 മുതൽ 1509 വരെയാണ്. അപ്പോൾ രണ്ടാമത്തെ വൈസ്രോയ് എപ്പോഴാണ് തുടങ്ങുക? 1509 മുതൽ 1515 വരെയാണ് സ്റ്റാർട്ട് ചെയ്തത്. അദ്ദേഹമാണ് ശക്തനായ വൈസ്രോയ് ആയിട്ട് അറിയപ്പെടുന്നത്. ഈ ശക്തനായ വൈസ്രോയ് ആയതുകൊണ്ട് തന്നെ അദ്ദേഹം എന്ത് ചെയ്തു? അദ്ദേഹം ഈ പോർച്ചുഗീസുകാരുടെ ഏരിയ വികസിപ്പിച്ചു. ഗോവനെ പിടിച്ചടക്കി എന്നാണ് 1510 പിടിച്ചടക്കി. 1510 ഗോവനെ പിടിച്ചടക്കിയപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു? കൊച്ചിയുടെ നിന്നുള്ള പോർച്ചുഗീസുകാരുടെ തലസ്ഥാനം ഗോവയിലേക്ക് അദ്ദേഹം മാറ്റുകയും ചെയ്തു. അതുപോലെ കോഴിക്കോടിനെ ആക്രമിച്ചു. മാനുവൽ കോട്ട നിർമ്മിച്ച വ്യക്തിയും കൂടിയാണ് അൽബുക്കർക്ക്. ആരാണ്? മാനുവൽ കോട്ട. പക്ഷെ മാനുവൽ കോട്ട നിർമ്മിക്കുന്ന സമയത്ത് അദ്ദേഹം വൈസ്രോയ് ആയിരുന്നില്ല. പിന്നെ പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ അൽബുക്കർക്ക്. അതായത് പോർച്ചുഗീസ് സാമ്രാജ്യത്തിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന വ്യക്തിയാണ് ഈ അൽബുക്കർക്ക്. അദ്ദേഹം പരിഷ്കരിച്ചാണ് ഈ സതി നിരോധനം, അതുപോലെ സ്വർണ്ണ നാണയം വെള്ളി നാണയം ഇറക്കുക, അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം, മിസ്ര കോളനി വ്യവസ്ഥ, ഇതൊക്കെ സ്ഥാപിച്ച വ്യക്തിയാണ് അൽബുക്കർക്ക്. എന്തൊക്കെയാണ്? മിസ്ര കോളനി വ്യവസ്ഥ ഒന്ന്, രണ്ടാമത്തത് സതി നിരോധനം, മൂന്നാമത്തത് ഈ നാണയങ്ങൾ ഉണ്ടാക്കല്. അങ്ങനെ 3 കാര്യങ്ങൾ ചെയ്തിട്ടുള്ള വ്യക്തിയാണ് ഈ അൽബുക്കർക്ക്. പിന്നെ ഈ പോർച്ചുഗീസുകാരുടെ ഇന്ത്യയിലെ പ്രധാന കോളനികൾ ഏതൊക്കെയാണ്? ഗോവ, ദാമൻ, ദിയു. പിന്നെ അറിയേണ്ടത് 1661 ബ്രിട്ടീഷ് രാജകുമാരനായ ചാൾസ് രണ്ടാമന് സ്ത്രീധനമായിട്ട് പോർച്ചുഗീസ് നൽകിയ പ്രദേശമാണ് ബോംബെ ദ്വീപ്. ഏതാണ്? ബോംബെ ദ്വീപ് എന്ത് ചെയ്തു? നമ്മുടേതല്ലാത്ത സ്ഥാനം സ്ത്രീധനമായിട്ട് നൽകിയ ഒരു ഇതാണ് 1661. ചാൾസ് രണ്ടാമൻ രാജാവിന് 1661 ബോംബെ ദ്വീപ് എന്ത് ചെയ്തു? പോർച്ചുഗീസുകാർ സ്ത്രീധനമായിട്ട് നൽകിയിരുന്നു. പോർച്ചുഗീസുകാർ കോഴിക്കോടിനെ വിളിച്ചിരുന്ന പേര് കാലേക്കുറ്റ്, അതുപോലെ കാപ്പാടിനെ വിളിച്ചിരുന്ന പേര് കാപ്യ, കോഴിക്കോടിനെ വിളിച്ചിരുന്ന പേര് കാലേക്കുറ്റാണ്. എന്തുകൊണ്ട് പോർച്ചുഗീസുകാർ ഇവിടെ അധികം അധിനിവേശം നടത്താൻ കഴിഞ്ഞില്ല എന്ന് വെച്ചാൽ, ഒന്ന് ഡച്ചുകാർ വന്നത്, പിന്നെ രണ്ടാമത്തത് പോർച്ചുഗീസുകാരുടെ സൈനിക ശേഷി അതുപോലെ നാവിക ശേഷിയും കമ്മിയായിരുന്നു. ഇതൊക്കെയായിരുന്നു കാരണങ്ങൾ. പിന്നെ മൂന്നാമത്തെ പ്രാദേശികമായിട്ടുള്ള ചെറുത്തുനിൽപ്പിനെ നേരിടാനും പോർച്ചുഗീസുകാർക്ക് കഴിഞ്ഞില്ല. ഇതൊക്കെയായിരുന്നു പോർച്ചുഗീസുകാർ ഇവിടെ ഒരുപാട് കാലം കോളനിയായിട്ട് വർക്കിക്കാൻ കഴിയാതിരുന്നത്. പിന്നെ ഈ പോർച്ചുഗീസ് ഇവിടെ ഇരുന്ന സമയത്ത് തന്നെ സാമൂതിരി രാജാവായിട്ട് പലവിധ ചെറുത്തുനിൽപ്പും ഉണ്ടായിരുന്നു. അപ്പോൾ ഈ സാമൂതിരി രാജാവിൻ്റെ ഒരു നാവിക പടയുണ്ട്. ആ നാവിക പടയിലെ പടത്തലവന്മാരാണ് ഈ മരക്കാർ എന്ന് പറയുന്നത്. ഈ മരക്കാരിൽ 4 പേരുണ്ടായിരുന്നു. ഒന്നാമത്തത് കുട്ടി അഹമ്മദ് അലി, കുഞ്ഞാലി മരക്കാർ, കുട്ടി അഹമ്മദ് അലി, എ സ്റ്റാർട്ടിങ്. അപ്പോൾ ഫസ്റ്റത്തെ എ അഹമ്മദ് അലി. രണ്ടാമത്തെ ആരാണ്? കുട്ടി പോക്കർ അലി. മൂന്നാമത്തതാണ് പടമരക്കാർ അല്ലെങ്കിൽ പട്ടുമരക്കാർ എന്നറിയപ്പെടുന്ന ആള്, പട്ടുമരക്കാർ. നാലാമത്തെ ആളാണ് യഥാർത്ഥ ആള്, നല്ല അധിപൻ, ഇന്ത്യൻ സമുദ്രത്തിലെ അധിപൻ എന്ന ബഹുമതി സ്വീകരിച്ച കുഞ്ഞാലിയാണ് കുഞ്ഞാലി നാലാമൻ. ഏതാണ്? കുഞ്ഞാലി നാലാമൻ. ഇദ്ദേഹമാണ് യഥാർത്ഥത്തിൽ പോർച്ചുഗീസുകാർക്കെതിരെ പട നയിച്ച യഥാർത്ഥ വീരൻ എന്ന് പറയുന്നത് കുഞ്ഞാലി നാലാമനാണ്. അദ്ദേഹത്തിന്റെ പേര് മുഹമ്മദ് അലി മരക്കാർ എന്നാണ്. ഇതാണ് മുഹമ്മദ് അലി മരക്കാർ എന്നാണ് നമ്മുടെ കുഞ്ഞാലി നാലാമന്റെ പേര്. മുഹമ്മദ് അലി മരക്കാർ എന്നാണ് നാലാമത്തെ മരക്കാരന്റെ പേര്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു പരിശീലന കേന്ദ്രം മുംബൈയിൽ സ്ഥാപിച്ചിട്ടുണ്ട്. അതിന്റെ പേരെന്താണ്? INS കുഞ്ഞാലി. പരിശീലന കേന്ദ്രമാണ് INS കുഞ്ഞാലി. ഇദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ട് ഒരു സ്മാരകമുണ്ട്. ആ സ്മാരകം സ്ഥിതി ചെയ്യുന്ന എവിടെയാണ്? കോട്ടയ്ക്കലിലാണ് സ്ഥിതി ചെയ്യുന്നത്. പിന്നെ അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം ഒരു സ്റ്റാമ്പ് ഇറക്കിയിട്ടുണ്ട്. എന്നാണ് ഇറക്കിയത്? 2000. അപ്പോൾ ഈ കുഞ്ഞാലി നാലാമനാണ് യഥാർത്ഥത്തിലുള്ള വീരൻ. അദ്ദേഹമാണ് പോർച്ചുഗീസുകാർക്കെതിരെ യഥാർത്ഥമായിട്ട് എന്ത് ചെയ്തത്? പട നയിച്ചത്. മുഹമ്മദ് അലി മരക്കാർ എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അദ്ദേഹത്തിന്റെ ഓർമ്മയ്ക്കായിട്ടുള്ള പരിശീലന കേന്ദ്രമാണ് മുംബൈയിലുള്ള INS കുഞ്ഞാലി. പിന്നെ അദ്ദേഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് അവിടേക്കാണ്, കോട്ടയ്ക്കലിലാണ്. അതുപോലെ 2000 അദ്ദേഹത്തിന്റെ സ്മരണാർത്ഥം സ്റ്റാമ്പ് ഇറക്കിയത്. പിന്നെ ഇതിന്റെ എല്ലാം അക്രമ രീതി എന്ന് പറയുന്നത് ഗറില്ലയാണ്.
ഗറില്ല യുദ്ധമുറ രീതിയാണ് ഇവരെല്ലാം ഉപയോഗിച്ചിരുന്നത്. 1513 സാമൂതിരി ഒരു ഉടമ്പടി ഉണ്ടാക്കിയിരുന്നു. അതിന്റെ പേരാണ് കണ്ണൂർ ഉടമ്പടി. അത് മറക്കരുത്. 1513 കണ്ണൂർ ഉടമ്പടി ഉണ്ടാക്കി. ഇതിന് നേരെ ഓപ്പോസിറ്റ് 1531 ചാലിയൻകോട്ട. ചാലിയൻകോട്ട ആരുണ്ടാക്കി? പോർച്ചുഗീസുകാർ ഉണ്ടാക്കി. എന്തിനാ ഈ പോർച്ചുഗീസുകാർ ഉണ്ടാക്കിയത്? കുഞ്ഞാലിമാരുടെ ആക്രമണം തടയാൻ വേണ്ടിയിട്ടാണ് എന്തുണ്ടാക്കിയത്? ചാലിയൻകോട്ട ഉണ്ടാക്കിയത്. അപ്പോൾ ഈ ചാലിയൻകോട്ടനെ വിശേഷിപ്പിക്കുന്നത് എന്താണ്? സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നറിയപ്പെടുന്നതാണ് ഈ ചാലിയൻകോട്ട. ഏതാണ്? ചാലിയൻകോട്ട എന്നറിയപ്പെടുന്നത് ഈ സാമൂതിരിയുടെ കണ്ടത്തിലേക്ക് നീട്ടിയ പീരങ്കി എന്നാണ് ഈ ചാലിയൻകോട്ട അറിയപ്പെടുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് പോർച്ചുഗീസുകാരെ കുറിച്ച് അറിയാനുള്ളത്. പിന്നെ ഒരു അറബി കാവ്യമുണ്ട്, ഫത്ഹുൽ മുബീൻ. ചാലിയൻകോട്ട ആര് പിടിച്ചെടുത്തു? നമ്മുടെ സാമൂതിരി പിടിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അത് കുഞ്ഞാലി മൂന്നാമന്റെ സഹായത്തോടെയാണ് എന്ത് സംഭവിച്ചത്? ഈ ചാലിയൻകോട്ട പിടിച്ചെടുത്തത്. അതെന്നായിരുന്നു? 40 വർഷങ്ങൾക്ക് ശേഷം 1571 ചാലിയൻകോട്ട പിടിച്ചടക്കിയത് കുഞ്ഞാലി മൂന്നാമനായിരുന്നു. അതിനെ പ്രശംസിച്ചെഴുതിയ കവിതയാണ് ഫത്ഹുൽ മുബീൻ. എന്താണ്? ഫത്ഹുൽ മുബീൻ. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ പോർച്ചുഗീസുകാർ കേരളത്തിൽ വന്നപ്പോൾ സംഭവിച്ച കാര്യങ്ങൾ. ഇനി അടുത്ത എന്താണെന്ന് വെച്ചാൽ, ഈ പോർച്ചുഗീസുകാർ വരുന്ന സമയത്ത് ഇവിടെ എന്തൊക്കെ കൊണ്ടുവന്നു? നമുക്കറിയാം പോർച്ചുഗീസുകാരിൽ പായുണ്ട്. അപ്പോൾ പായുള്ള കുറേ സാധനങ്ങൾ, പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, പുകയില, കശുവണ്ടി, വറ്റൽമുളക്, മരച്ചീനി, ഇവയൊക്കെ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ്? പോർച്ചുഗലിൽ നിന്ന് കൊണ്ടുവന്നതാണ്. അപ്പോൾ പോർച്ചുഗീസുകാർ എന്തൊക്കെ കൊണ്ടുവന്നത്? പൈനാപ്പിൾ, പേരയ്ക്ക, പപ്പായ, പുകയില, പിന്നെ വറ്റൽമുളക്, കശുവണ്ടി, മരച്ചീനി. പിന്നെ പോർച്ചുഗീസുകാരുടെ സംഭാവനകൾ എന്തൊക്കെയാണ്? അച്ചടിശാല സ്ഥാപിച്ചു, പണ്ടകശാല സ്ഥാപിച്ചു, അതുപോലെ തന്നെ ചവിട്ട് നാടകം, പിന്നെ ഗോതിക് രീതിയിലുള്ള വാസ്തുവിദ്യ, ഇവയെല്ലാം കൊണ്ടുവന്നത് ആരാണ്? പോർച്ചുഗീസുകാരാണ്. പിന്നെ കുറച്ച് പള്ളികൾ ഉണ്ടാക്കി. ഒന്ന് സെന്റ് ഫ്രാൻസിസ് പള്ളി, മോം ജീസസ് പള്ളി. ഇത് ഗോതിക് സ്റ്റൈലിലുള്ള പള്ളികളാണ്. പിന്നെ മാനുവൽ കോട്ട നിർമ്മിച്ചു. ഈ മാനുവൽ കോട്ടയ്ക്ക് 2-3 പേരുകളുണ്ട്.